നേപ്പാളിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. നേപ്പാൾ ദർഭംഗ. അവിടെ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും മലമുകളിലേക്കുള്ള റോഡിന്റെ പണി. ഇതിന്റെ മുകളിലേക്ക് ഇനി റോഡില്ല. റോഡ് പണി നടക്കുന്നതിന്റെ ഇപ്പുറത്തെ കുഴിയിലേക്കുള്ള കൊക്കയിലേക്കുള്ള തടസ്സത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശാസ്ത്രീയമായിട്ടുള്ളൊരു വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നെറ്റ് പീസായി ഓരോ ലെയറായിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ കുന്നിൻ്റെയും മലയുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഓരോ ലെയറായിട്ടാണ്, ചെറിയ ചെറിയ ലെയറുകളായിട്ട് കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച പോലെയാണ്. അതെപ്പോഴും ഇളകി വരാവുന്ന രൂപത്തിൽ. നാട്ടിലെ പോലെയല്ല. ഇത്രയും താഴെയുള്ള അതിസുന്ദരമായൊരു കാഴ്ചയാണ്. മാഷാ അല്ലാഹ്. ഹിമാലയത്തിനെ അങ്ങ് ദൂരെ മഞ്ഞിൽ പൊതിഞ്ഞു നിൽക്കുന്നത് കാണാം. വളരെ ദൂരെയായിട്ട് ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം. നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇത്രയും ഉയരത്തിൽ, അഥവാ ഈ ഏതാണ്ട് 5000-ഓളം അടി ഉയരത്തിൽ ഈ മലക്ക് മുകളിൽ ഒരു പാർക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യാത്രക്കാരെ സ്വീകരിക്കാനും അവർക്കുള്ള കാഴ്ചകൾ ഒരുക്കാനും വേണ്ടിയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പാർക്ക് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമൊന്നുമില്ല, ഇങ്ങോട്ട് വരാനുള്ള പെർമിഷനൊന്നുമില്ല. ഒന്നുകിൽ പ്രത്യേക അതിഥികൾക്കോ അപ്രകാരമുള്ള പെർമിഷൻ ഗവൺമെൻറ്റിൻ്റെയോ അതുമായി ബന്ധപ്പെട്ട പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ വരുന്ന ആളുകൾക്ക് ഇവിടെ വേണമെങ്കിൽ കണ്ടുപോകാവുന്ന രൂപത്തിൽ ഉള്ള പെർമിഷൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതല്ലാതെ പൊതു ജനങ്ങൾക്ക് ടൂറിസ്റ്റുകൾക്കൊന്നും ഇവിടെ പ്രവേശനം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. കണ്ട ഹിമാലയത്തിൻ്റെ ദൂരെ കാഴ്ചയാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെ മഞ്ഞ് മൂടി കിടക്കുകയാണ് അവിടെ. എങ്കിലും അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. വളരെ വിദൂര കാഴ്ചയാണ് ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം. അവിടെയൊക്കെ ഒന്നും കാണാൻ പറ്റാത്ത രൂപത്തിലാണുള്ളത്. എങ്കിലും ആ ഭാഗത്താണ് നമുക്ക് ഹിമാലയം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഭാഗത്ത് ഒക്കെ മഞ്ഞ് മൂടി ഒരു കാഴ്ചയില്ലാതെ കിടക്കാണ്. അതിന്റെ നമുക്ക് പോവാല ഓ സ്റ്റെപ്പ് നിർമ്മാണത്തിലൊരു വേറിട്ട ശൈലി കല്ല് പതിച്ചുകൊണ്ടുള്ള പരിപാടി. ഏതാണ്ടൊരു ബുദ്ധ സന്യാസിമാരുടെയൊക്കെ സത്രങ്ങളും അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഈ രൂപത്തിലാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത്. ഹിമാലയത്തിൻ്റെ അല്ലെങ്കിൽ നേപ്പാളിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലും. അതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പുകളുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഉച്ചിയിലുള്ള ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം. അവിടത്തേക്ക് കയറാണ്. നല്ല ഉയരത്തിലേക്ക് കയറിപ്പോകണം. ഒന്നും കാണാൻ പറ്റാത്ത അത്ര മഞ്ഞും കോടയും മൂടി കിടക്കണം. ഏറ്റവും ആഴം കൂടിയ കൊക്കയാണ്. ഇനി ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ കമ്പി വരിയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം. ഇതിൻ്റെ ഏറ്റവും മുകളിലായി ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള.
ഏറ്റവും മുകളിലായി ഇരിക്കാനുള്ള ചെറിയൊരു സൗകര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാർക്കിന്റെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടത്തേക്ക് നമുക്ക് പ്രവേശനം സുതാര്യമാക്കിയത് നേപ്പാൾ ഇവിടുത്തെ കോസി സ്റ്റേറ്റിലെ ജേർണലിസം ഒരു പത്രപ്രവർത്തകനും അവരുടെ പത്രപ്രവർത്തക യൂണിയന്റെ ഒരു ഉദ്യോഗസ്ഥനുമായ ഇവിടുത്തെ ഭായ് നാം മുഷ്താഖ് ആലം ഇവിടുത്തെ നേപ്പാളിന്റെ പത്രപ്രവർത്തക യൂണിയന്റെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹമാണ് നമുക്ക് ഇവിടുത്തെ ഈ പാർക്കിലേക്കും അതുപോലെ തന്നെ ഇവിടെ പാർക്കല്ല, ഈ ഒരു പ്രദേശത്തേക്ക് തന്നെ ഇപ്പോൾ പ്രവേശനമല്ല. അതിൻ്റെ ഇവിടുത്തെ കുറേ കൃഷി ഫാം അപ്രകാരമുള്ള കുറേ കാഴ്ചകളുണ്ട് ഇവിടേക്ക്. അതിൻ്റെയൊക്കെ സുരക്ഷയോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തുറന്നു കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സഹായം കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ വരാൻ സഹായകമായത്. ഇവിടത്തേക്ക് നിർമ്മിതി കരിങ്കല്ലുകൾ കൊണ്ടാണ്. കാരണം ഇവിടുത്തെ ഈ പ്രദേശത്ത് വെറും കരിങ്കല്ലാണ്. ഇവിടുത്തെ കല്ലുകൾ പെറുക്കി വെച്ചുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ ഒരു നിർമ്മാണം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ സിമെന്റോ അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ സുരക്ഷിതമായ രൂപത്തിലാണ്. ഫയ്യാസ് ഇതറാവോ ടീക്ക്. ഇത് നമ്മളെ ബഷീർ മാസ്റ്ററാണ്. ഇത് ഫയ്യാസ് സലാഹി കരിഞ്ചാപ്പാടി. വിശാലമായ ഫാമുകൾ, പല ഫ്രൂട്ട്സുകളും അവരുണ്ടാക്കിയെടുക്കുന്ന വലിയ ഫാമുകളാണ് കാണുന്നത്. താഴെയൊക്കെ കോട മൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശരിക്ക് ആ കാണുന്നത് മൊത്തം ഇവിടുത്തെ താമസക്കാരുടെ ഒരു ഏരിയയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് അങ്ങോട്ട് വഴിയില്ല, എങ്കിലും ഇവിടുന്ന് കാണുന്നു എന്നുള്ളൂ. റോഡെല്ലാം അങ്ങോട്ട് തിരിഞ്ഞു വരണം, ഈ മലയെ ചുറ്റി വരണം. അവിടെ മൊത്തം കോട കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും. ഓറഞ്ച് അതുപോലെ സബർജില് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും ഒരു കൃഷി ചെയ്യണതെന്നാണ് ചോദിച്ചപ്പോൾ മനസ്സിലായത്. ഓറഞ്ച്, മുസമ്പി പോലുള്ള സാധനങ്ങൾ. കണ്ടോ, ഈ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ നെൽകൃഷി വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവര്. കണ്ടോ, ഇടക്ക് പച്ചക്കറികളുണ്ട്, തക്കാളി പോലുള്ള. ഇതൊക്കെ കൾട്ടിവേഷൻ കഴിഞ്ഞ് അടുത്തൊരു ഇതിന് തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന കൃഷിയിടങ്ങളാണ്. തക്കാളി കൃഷി സുന്ദരമായ മറ്റൊരു തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ മനോഹരം. അതുപോലെ അപ്പുറത്ത് ഗാജർ, ഈ ക്യാരറ്റ്, ചൗ ഇങ്ങോട്ടും കോട മൂടി വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ കറുകപ്പട്ട സാഗ് എന്ന് പറയുന്ന ഒരു ഇവിടെ തരം ഇലയാണ്. ഈ ഇല കൊണ്ട് അവർ നല്ല അതുപോലെ പച്ചക്കറി സബ്ജി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവം. അതിൻ്റെ തൊട്ടവും മലയുടെ ഏറ്റവും അത് നമ്മുടെ നാട്ടിലെ കൈപ്പങ്ങ പോലത്തെ ചെറിയ തരം കൈപ്പങ്ങയാണ്. ഭയങ്കര കൈപ്പ. ഈ മല്ലിച്ചക്ക തോട്ടം, അതുപോലെ തന്നെ പിന്നെ ഉരുളക്കിഴങ്ങ്, ഇതൊരു തരം പയറാണ്. പിന്നെ ക്യാബേജ് പോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ. ഇതിലിപ്പോൾ കായ് ഉണ്ടായിട്ടില്ല. സാഗ് ഉണ്ടാക്കുന്ന സ്ഥലം അപ്പുറത്ത് ഇഷ്ടം പോലെ കോട മൂടിക്കൊണ്ടിരിക്കുക ഏറ്റവും മുകളിലാണ്. അതിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെരി ഗുഡ്, കീടനാശിനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കീടങ്ങള് വളരെ കുറവായിരിക്കും ഇവിടെ എന്നാണ്. നമുക്ക് കേരളത്തിൽ നിന്നാണ് ഇപ്പൊ ഫ്രൂട്ട്സ് ഇട്ട് തന്നു. ചെറിയ ചെറിയ കൃഷിത്തോട്ടങ്ങൾ ആണ്, ഒന്നിച്ചുള്ള വലിയ ഫാമുകളല്ല. ചെറിയ ചെറിയ കൃഷിത്തോട്ടങ്ങൾ അപ്പുറത്തും ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കണം. അവിടെയൊക്കെ ശരിക്കും